കഴിഞ്ഞ ദിവസമാണ് താലിബാൻ പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയത്. ഇതിൽ 58-ലധികം പാകിസ്ഥാൻ പട്ടാളക്കാർ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ്. ആ റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ തിരിച്ചടിക്കും എന്ന് അപ്പോൾ തന്നെ പല മാധ്യമങ്ങളും പറഞ്ഞിരുന്നു, പല യുദ്ധ വിദഗ്ധരും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള ആക്രമണം താലിബാൻ്റെ നേർക്ക് അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. താലിബാൻ്റെ അഫ്ഗാനിസ്ഥാനിലെ 12 സിവിലിയൻസിനെയാണ് വ്യോമാക്രമണം നടത്തി വീണ്ടും പാകിസ്ഥാൻ കൊലപ്പെടുത്തിയത്. ഇപ്പോൾ അതിൻ്റെ പ്രതികാരമായി താലിബാൻ വലിയ രീതിയിലുള്ള ആക്രമണമോടെ അഴിച്ചുവിട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ കനത്ത വെടിവയ്പ്പാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പോരാത്തതിന് താലിബാൻ പാകിസ്ഥാൻ്റെ അതിർത്തി പോസ്റ്റുകൾ തകർത്തിരിക്കുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു. താലിബാനെതിരെ പാകിസ്ഥാൻ വിന്യസിച്ച ഒരു ടാങ്ക് താലിബാൻ പിടിച്ചെടുത്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ആ ടാങ്ക് താലിബാൻ പിടിച്ചെടുത്ത ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. 50 പേരാണ് ഇതിൽ കൊല്ലപ്പെട്ടത് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. 100-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായി സാധിക്കുന്നു. പ്രധാനമായിട്ടും ഈ 50 പേരെന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ളവരാണ് ഭൂരിഭാഗവും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതോടുകൂടി 48 മണിക്കൂർ വെടിനിർത്തലിനായി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ് എന്നും നമുക്ക് മനസ്സിലാകുന്നു. ചെക്ക് പോസ്റ്റ്, ആയുധം, ടാങ്ക് എല്ലാം തന്നെ താലിബാൻ പിടിച്ചെടുത്തു എന്ന റിപ്പോർട്ട് വരുന്നു. മിക്ക സൈനിക പോസ്റ്റുകളും താലിബാൻ നശിപ്പിച്ചു കഴിഞ്ഞു. അതിർത്തി ജില്ലകളിൽ സ്ഫോടനാത്മകമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നും അറിയാനായി സാധിക്കുന്നുണ്ട്. അഫ്ഗാൻ സേന സ്പിൻ ബോൾഡാക് ഗേറ്റ് പിടിച്ചെടുത്തു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ പാക് സേന അവിടേക്ക് എത്തി. ആ സമയത്ത് പാകിസ്ഥാനിലെ ചാമൻ, അതായത് തെക്ക് കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ സ്പിൻ ബോൾഡാക്ക് ജില്ലയ്ക്കും ഇടയിലാണ് ഈ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. ഇവിടേക്ക് കൂടുതൽ പാകിസ്ഥാൻ സേനകളെത്തി അഫ്ഗാനിസ്ഥാനെ നേരിടാൻ ശ്രമിക്കുന്ന കാഴ്ചയും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഇതിനുശേഷമാണ് 48 മണിക്കൂർ വെടിനിർത്തലിനായി ഉള്ള പ്രഖ്യാപനം വന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.